ഹലോ എവരിവൺ, ദിസ് ഈസ് ജുനൈദ്. വെൽക്കം ബാക്ക് എലമെന്റൽ ട്രേഡിംഗ്. ഇന്നത്തെ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗോൾഡിനകത്ത് ലാസ്റ്റ് വീക്കിലും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയും ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസും അതിനകത്ത് നമ്മൾ കമ്മ്യൂട്ടിനകത്തെ ട്രേഡ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഈ ഒരു സെറ്റപ്സ് കാര്യങ്ങളെല്ലാം ഗോൾഡിൻ്റെ ഓവറോൾ പെർസ്പെക്റ്റീവ്സും എവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രീസ് എടുക്കണം കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി കമ്മ്യൂട്ടിനകത്ത് ഇൻ അഡ്വാൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കമ്മ്യൂണിനകത്ത് വരുന്ന സമയത്ത് ഗോൾഡിന്റെ H4 പെർസ്പെക്റ്റീവ്സും അറ്റ് ദ സെയിം ടൈം H1ന്റെ ബേസിലും M15ന്റെ ബേസിലെല്ലാം എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻട്രി മോഡൽസും കാര്യങ്ങളെല്ലാം ഞാൻ കമ്മ്യൂണിനകത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. M15ന്റെ ബേസിലെ എൻട്രി മോഡൽസ്, H1ന്റെ ബേസിലെ എൻട്രി മോഡൽസ്, ഓൾസോ H4ന്റെ ബേസിലുള്ള ഒരു ഓവറോൾ പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളെല്ലാം എവരിത്തിങ് ഞാൻ കമ്മ്യൂണിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ട് ആ ഒരു എൻട്രിയിലേക്ക് എത്തി, അല്ലെ ഞാൻ ഡെയിലി മുതലേ എങ്ങനെയാണ് ഗോൾഡിനെ അനലൈസ് ചെയ്ത് വന്നത്, ഇത്തരം കാര്യങ്ങൾ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത്. സോ വീഡിയോ ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. ലെങ്തി ആവാൻ എന്തായാലും ഡാം ഷുവർ എന്തായാലും ലെങ്തി ആവും. മേ ബി ഒരു 1 hour അടുത്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ്. ഇത്രയും ഒരു 1 hour കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറുമാണ്, ഐ നോ. പക്ഷെ നിങ്ങൾ പറ്റുന്ന പോലെ കാണും. നിങ്ങൾക്ക് അത്യാവശ്യം വേർത്ത് ആയിട്ടുള്ള കണ്ടന്റ് ആവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എലമെന്റിലെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനകത്തൂടെ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിനകത്ത് റെക്കോർഡ് സെഷൻസും പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ട്രെയിനിങ് എല്ലാം അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റ് കോഴ്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് എൻറോൾസ് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയക്കാൻ പറ്റില്ല. പക്ഷേ ഈ കമ്മ്യൂണിറ്റി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാച്ച് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനും സെയിം ട്രേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പ്രകാരം എടുക്കാനും വേണ്ടി പറ്റും. റിമെമ്പർ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ. സോ ഇതിനു വേണ്ടി നിങ്ങൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഡിസ്കോഡിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഫോർവേഡ് ചെയ്യും. ഐ മീൻ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഫോർവേഡ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഇൻസൈഡിൽ എന്താ നടക്കുന്നത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഡിസ്കഷൻസും എല്ലാം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെക്ക് ചെയ്യാനെല്ലാം പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വൺ ഓഫ് നമ്മുടെ സ്റ്റുഡൻറ്റ് സഫാൻ ടൈറ്റൻ ക്യാപിറ്റലിന്റെ 100Kയുടെ 2 അക്കൗണ്ട് സെയിം ഡേ പാസ്സാക്കിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ ബ്രോ. ഇതുകൂടാതെ ഒരുപാട് പേര് നമ്മുടെ ഐ മീൻ സ്റ്റുഡൻസ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ഫണ്ടഡ് അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം പാസ്സാവുന്നു. സോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള കോണ്ടന്റ്സ് എല്ലാം ഞാൻ യൂട്യൂബിനകത്ത് ഓൾറെഡി ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ. സ്മാർട്ട് മണി കോഴ്സിന്റെ കംപ്ലീറ്റ് ബേസിക്സ് ടു അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കണ്ടിട്ടും നല്ലപോലെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ കൂടുതൽ ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് എല്ലാം അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെഫറൻസ് ചെയ്യാവുന്നതാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. CUSDയുടെ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡെയിലിയിലാണ്. സോ എപ്പോഴും നിങ്ങളൊരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് വിത്ത് എപ്പോഴും ഹയർ ടൈം ഫ്രെയിം. ഞാനത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പ്രീവിയസ് ആയ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. സോ ഡെയിലി നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി, അല്ലെങ്കിൽ ആഴ്ചകളായി, മാസങ്ങളായിട്ട് ഗോൾഡ് നല്ലൊരു ബുള്ളിഷ് മൊമെന്റ് ആണ് മാർക്കറ്റിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്യൂർ ഫോം ഓഫ് ഒരു ക്ലീൻ ഒരു അപ് ട്രെൻഡ് ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഗോൾഡ് മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ ആഴ്ചകളും മാസങ്ങളായിട്ട് ഗോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഓവറോൾ ഒരു ഒരു ഡെയിലിയുടെ ഒരു പെർസ്പെക്റ്റീവ്സ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഇൻഡ്യൂസ്മെന്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെയായിരുന്നു. ആൻഡ് ഈ ഇൻഡ്യൂസ്മെന്റ് ബിലോ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു, ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലിന്റെ ബേസിൽ ഒരു FVG കാണാൻ വേണ്ടി പറ്റും. സോ ഈ FVGന്റെ അബോവ് പ്രൈസ് എന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിൽ പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് എന്തെയാണെന്നും ഒരു നല്ല രീതിയിലൊരു എക്സ്പെക്ടേഷൻ നമുക്ക് പോസിബിലിറ്റി, അല്ലെങ്കിൽ പ്രൈസിന്റെ അവിടെ ഒരു റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ആ ചാർട്ട് അതിന്റെ ഡെയിലി ബയസ് നോക്കുന്ന സമയത്ത് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് നോക്കാവുന്നതാണ്, ഈ ഒരു കാണുന്ന ഡിമാൻഡിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഡെയിലിയുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കോ ഡിമാൻഡ് സോണിൽ നിന്നും മാർക്കറ്റിനകത്ത് നല്ലൊരു ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ പ്രൈസ് ഈ ഡിമാൻഡ് സോണിൽ വന്നു. ഈ ഡിമാൻഡ് സോണിൽ വന്നതിന് ശേഷം അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിയാക്ഷൻ അപ്പ് സൈഡിലേക്ക് തന്നു. ഓൾസോ എനിക്ക് മാർക്കറ്റിനകത്ത് എന്ത് കിട്ടി? ഡെയിലി ബേസിലുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡെയിലിയിൽ എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഒരു എംഎസ്എസ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, പ്രൈസ് ക്രീറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, എംഎസ്എസ് ഓഫ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് ഇറ്റ് ഡസന്റ് മാറ്റർ. സിംപ്ലി എൻ്റെ ഒരു ഹൈ ടൈം ഫ്രെയിം പിഒയിൽ ടാപ്പിന് ശേഷം എനിക്ക് പ്രൈസ് എന്താണോ അതേ ടൈം ഫ്രെയിമിൽ തന്നെ പ്രൈസ് എനിക്ക് അപ്പ് സൈഡിലേക്ക് ഒരു ബുള്ളിഷ് ബയാസ് ആണ്. സോ ഓവറോൾ മാർക്കറ്റിന്റെ ബയാസ് ബുള്ളിഷ് ആണ്. അറ്റ് ദ സെയിം ടൈം പ്രൈസ് എനിക്കൊരു ആ ഒരു ബുള്ളിഷ് പിഒയിൽ ടാപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് തന്നു? സെയിം ടൈം ഫ്രെയിമിൽ തന്നെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് കാറ്റ് തന്നു. ഇവിടെ എനിക്ക് ആകെ ഒരു കൺസേൺ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഡിമാൻഡ് സോണിൽ ടാപ്പിന് ശേഷം നിങ്ങൾ നോക്കുക ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ പ്രൈസ് ഇവിടെ ചേഞ്ച് ഓഫ് കാറ്റാ തന്നല്ലേ. സോ ഹയർ ലോ പുതിയൊരു ഹയർ ഉണ്ടാക്കാൻ തോന്നുന്നു. പക്ഷെ പറ്റിയില്ല. പ്രൈസ് അഗൈൻ ഈ ഡിമാൻഡ് സോണിൽ വന്നു. പക്ഷെ ഒരു എൻഎഫ്ഐയിൽ ഒരു റിയാക്ഷൻ ഇവിടുന്ന് കിട്ടിയില്ല. വീണ്ടും പ്രൈസ് അതിനെ ഫ്ലിപ്പ് ചെയ്ത് ഒരു ചേഞ്ച് ഓഫ് കാറ്റ് വന്നിട്ടുണ്ട്. സോ ഒരു സ്ട്രക്ചറിന്റെ വൈസിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് ചേഞ്ച് ഓഫ് കാറ്റ് വന്നിട്ട് നമുക്കൊരു ബോഡി ക്ലോഷർ വന്നിട്ടുണ്ട്. സോ ഒരു ഈ സ്ട്രക്ചർ വൈസിൽ പ്രൈസ് ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡെയിലിന്റെ ബേസിൽ നോക്കുമ്പോൾ ഡെയിലി ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ പ്രൈസ് ആ ഒരു ബുള്ളിഷ് പ്രൈസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം അവിടെ എന്ത് സംഭവിച്ചു? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. സോ എന്റെ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ക്ലാസ്സിലിരുന്ന് നിങ്ങൾക്ക് അധിക പേർക്ക് അറിയാവുന്നതാണ്. ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ഒരു എംഎസ്എസ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് കാറ്റ് തന്നത് കൊണ്ട് മാത്രം നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൈസ് അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഒരു ബിയറിഷ് മൊമെന്റത്തിലുള്ള ചാൻസ് ഉണ്ട്. ഇത് എപ്പോഴാണ് കൺഫേം ആക്കാൻ പറ്റുക? പ്രൈസ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഒരു ലോ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഒരു ലോവറിൽ ബ്രേക്ക് ചെയ്യണം. ഇപ്പോഴാണ് ഞാനിത് കംപ്ലീറ്റ് ഒരു മൊമെന്റം ഷിഫ്റ്റ് എന്ന് തന്നെ വിളിക്കാറുള്ളൂ. ഓക്കെ. നിങ്ങൾ ചാർട്ടിനകത്ത് നോക്കുമ്പോൾ പ്രൈസ് ഓൾറെഡി ഇവിടെ ചേഞ്ച് ഓഫ് കാറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡൗൺ ട്രെൻഡ് പ്രൈസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പ്രൈസ് തിരിച്ച് എന്ത് ചെയ്തു? തിരിച്ച് അപ്പ് സൈഡിലേക്ക് ഒരു ഇന്റേണലി ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നിലയിലും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ട് എന്ത് ചെയ്തു? അപ്പ് സൈഡിലേക്ക് പോയി. സോ എന്റെ ഒരു ബയാസ് ഇപ്പം വീണ്ടും അഗൈൻ ഏതിലേക്ക് ടേൺ ആയി? ബുള്ളിഷിലേക്ക് ടേൺ ആയി. പക്ഷേ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രൈസ് ഒരു ചേഞ്ച് ഓഫ് കാറ്റ് വന്നതിന് ശേഷം അഗെയിൻസ്റ്റ് ട്രെൻഡ് കൗണ്ടർ ട്രെൻഡിന്റെ ബേസിലുള്ള എന്തിൽ ടാപ്പ് ചെയ്തു? ഒരു സപ്ലൈ സോണിൽ ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്? താഴോട്ട് വരുന്നത്. സോ എനിക്കൊരു ഒരു കൺസേൺ ഉണ്ടായിരുന്നു പ്രൈസ് എന്ത് ചെയ്യുന്നുള്ളത്. ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ എന്റെ ഹയർ ടൈം ഫ്രെയിം ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ആൻഡ് ഒരു ബുള്ളിഷ് പിഒ അതിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്റെ ഹയർ ടൈം ഫ്രെയിമിൽ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്ലാൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. കൗണ്ടർ ട്രെൻഡിന്റെ ബേസിലുള്ള സപ്ലൈ സോണിൽ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഈ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കമ്മ്യൂണിറ്റി ഷെയർ ചെയ്തിട്ടൊന്നും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന് ആ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ മുന്നത്തെ ആഴ്ചനകത്ത് ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ ഇത്രയും മാർക്കറ്റിൽ എല്ലാ കാര്യവും ഡാറ്റ എല്ലാം എനിക്ക് കിട്ടി. സോ ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് പ്രൈസ് എവിടെയായിരുന്നു? ഈ രീതിയിൽ മാർക്കറ്റ് ഷിഫ്റ്റ് എല്ലാം തന്നിട്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റത്തിൽ നിൽക്കുമായിരുന്നു. ഇനി ഞാൻ ഇത്രയും ചെയ്തത് എനിക്ക് മനസ്സിലാവും ഓരോ മാർക്കറ്റ് ബുള്ളിഷ്. ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? എൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ബേസിൽ പിഒ മാർക്ക് ചെയ്യുക. സോ ഞാനിവിടെ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്. ദിസ് ഇസ് മൈ ബ്രേക്കർ ബ്ലോക്ക്. പ്രൈസ് എനിക്കൊരു ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ എനിക്കിവിടെ എന്തുണ്ട്? ഒരു ഫ്ലിപ്പ് സോണും പ്രൈസ് തന്നിട്ടുണ്ട്. ഈ 2 പിഒസും അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഏരിയാസ് ആണ്. ഒരു ബ്രേക്കറും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ഫ്ലിപ്പ് സോണും ഉണ്ട്. ഏത് പിഒ ആണെങ്കിലും ഇത് ഡെയിലി ആയതുകൊണ്ട് H4ലോ അല്ലെങ്കിൽ H1ലോ എനിക്ക് എന്ത് കിട്ടണം? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ വിച്ച് മീൻസ് ഇപ്പോൾ പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഡിമാൻഡ് സോണിൽ അല്ലെങ്കിൽ ഈ ബ്രേക്കർ ബ്ലോക്കിൽ ഒന്ന് ട്രേഡ് ആണ് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ ഇനി പ്രൈസ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു പിഒയിലെ ടാപ്പിന് ശേഷം H1ലോ H4ന്റെ ബേസിൽ എനിക്ക് എന്ത് കിട്ടണം? ഒരു ചേഞ്ച് ഓഫ് കാറ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് എന്ത് പ്ലാൻ ചെയ്യുന്നുള്ളൂ? ഒരു ബൈയിങ് പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ബൈയിങ് എൻട്രി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ എന്റെ എല്ലാ പ്ലാൻസും കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു കൺഫർമേഷൻ ഈ കാണുന്ന പിഒയിൽ എവിടെയെങ്കിലും എനിക്കൊരു കൺഫർമേഷൻ കിട്ടണം. സോ ഞാൻ കൺഫർമേഷൻ വേണ്ടി ജസ്റ്റ് ഞാൻ H1ലേക്ക് സ്വിച്ച് ചെയ്തു. ആൻഡ് H1ലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ഞാൻ അതിന് പിഒയിലേക്ക് പ്രൈസ് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ആയുള്ള ഡെയിലിന്റെ ബേസിലുള്ള പിഒയിൽ ഒരുപാട് എൻട്രീസ് എല്ലാം ഇവിടെ മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ എൻട്രീസിൽ എനിക്ക് ജസ്റ്റ് ഒരു ഫാക്ടേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ഈ 2 പോസിബിലിറ്റി ആണുള്ളത്. സോ ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രേക്കർ ബ്ലോക്കിന്റെ അകത്ത് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുമോ നോക്കാൻ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ 10x ഇട്ടിട്ടുണ്ട്. ആൻഡ് നോക്ക് നിങ്ങൾ ഈ ഒരു ഞാൻ ഫസ്റ്റ് എൻട്രി എന്റെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ വന്നതിന് ശേഷം ഒരു H1ന്റെ ബേസിൽ എംഎസ്എസ് കിട്ടാൻ വേണ്ടിയാണ്. അത് ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടും. പക്ഷേ എനിക്കിവിടെ പ്രൈസ് ആ ഒരു ഇതൊന്നും തന്നില്ല. പ്രൈസ് പ്രീവിയസ് ആയുള്ള ഡെയിലിന്റെ കൗണ്ടർ ട്രെൻഡ് ബേസ്ഡ് ആയുള്ള സപ്ലൈ സോണിൽ ടാപ്പ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് സെല്ലിൽ എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? താഴെ ഡൗൺ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത്രയും സ്ട്രോങ് സെല്ല് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ എനിക്ക് എന്തായി? ഞാനിവിടെ നോക്കുന്നില്ല. പിന്നെ എന്റെ നെക്സ്റ്റ് പോസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഈ ഒരു ഡെയിലിന്റെ തന്നെ ഫ്ലിപ്പ് സോണിൽ വന്ന് ടാപ്പിന് ശേഷം ഒരു കൺഫർമേഷനിലും. സോ ഇതാണ് എൻ്റെ ഒരു പോസിബിലിറ്റി. പക്ഷേ ഞാൻ ഈ ഇവിടെ വന്നിട്ടുള്ള കൺഫർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ H4ലാണ് നോക്കിയത്. നിങ്ങൾ ആ ഒരു ചാർട്ട് ഞാൻ മുമ്പ് കാണിച്ചതെന്ന് വെച്ചാൽ പ്ലാൻ പോളിലെ ചാർട്ടിൽ
കാണിച്ചെന്ന പോലെ ഇവിടെ വന്നുള്ള H4ന്റെ കൺഫർമേഷന് വേണ്ടിയായിരുന്നു വെയിറ്റിംഗ്. സോ ആസ് എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്തു? എന്റെ POയിൽ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ. POയിൽ വന്ന് ടാപ്പ് ചെയ്തു. മുമ്പത്തെ ഒരു ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്ന പോലെയല്ല എവിടേക്ക് വന്നത്? എന്റെ ഈ ഒരു ഡെയിലിന്റെ ഫ്ലിപ്പ് സോണിലേക്ക് വന്നത്. പ്രൈസ് ഈച്ച് ടൈം താഴോട്ട് വരുന്ന സമയത്ത് ആ ഒരു സെല്ലിംഗ് വോളിയം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അഗ്രസീവ് സെല്ലിംഗ് വോളിയം വന്നു. ന്യൂസ് ഉണ്ടായിരുന്നു. അതിനൊരു ഹ്യൂജ് റിയാക്ഷൻ തന്നു. പക്ഷെ പിന്നീട് പ്രൈസ് ഈ ഒരു തന്ന അത്രയും വോളിയം എങ്ങോട്ട് കിട്ടിയില്ല? താഴെ ഡൗൺ സൈഡിലേക്കില്ല. പ്രൈസ് ഈച്ച് ടൈം താഴോട്ട് വരുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് വീണ്ടും പ്രൈസിനെ പുഷ് ചെയ്യുന്നു. വിച്ച് മീൻസ് സെല്ലേഴ്സിന്റെ ബയേഴ്സ് മാക്സിമം അവിടെ കൺട്രോളിലേക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്റെ ആകെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി എവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്? എന്റെ H4ന്റെ POയിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. സോ വൺസ് ഡെയിലിന്റെ ഫ്ലിപ്പ് സോണിൽ ടാപ്പ്. ഇനി എനിക്ക് പ്രൈസ് എന്ത് തരണം? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. സോ വൺസ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് എനിക്ക് വരുമ്പോൾ എന്റെ നെക്സ്റ്റ് POIs എവിടെയാണോ H4ന്റെ POI എവിടെയാണോ അവിടെ എനിക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് പോസിബിലിറ്റീസ് എന്ത് ചെയ്യാൻ നോക്കാം. സോ ഇത്രയായിരുന്നു എന്റെ എൻട്രി പ്ലാനും കാര്യങ്ങളെല്ലാം. സോ ഞാൻ വെയിറ്റ് ചെയ്തു എന്തിനു വേണ്ടി? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് വേണ്ടി. സോ നിങ്ങൾ ജസ്റ്റ് നോക്കുക. പ്രൈസ് എന്റെ POയിൽ ടാപ്പിന് ശേഷം എനിക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഒരു MSS പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ഓഫ് ആയിട്ട് പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. സോ വൺസ് എനിക്ക് എന്റെ ഒരു ഡെയിലി ഫ്ലിപ്പ് സോണിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. H4ന്റെ ബേസിൽ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രൈസ് ഒരു ചേഞ്ച് ഓഫ് ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സോ ഇനി എന്റെ നെക്സ്റ്റ് പ്ലാൻ H4ന്റെ ബേസിലുള്ള ഒരു POയെ ഐഡന്റിഫൈ ചെയ്യാം. സോ ഞാൻ നോക്കുന്ന സമയത്ത് H4ന്റെ ബേസിൽ എന്റെ POI എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് POI ദിസ് വൺ. ഓക്കെ. ഇവിടെ എനിക്ക് എന്താ ഒരു ഡിമാൻഡ് സോൺ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൾസോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു M50യുടെ ഒരു കണ്ടിന്യൂഷൻ സെറ്റപ്പ് ഞാൻ കമ്മ്യൂട്ടിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ M50യുടെ ബേസിൽ നോക്കുന്ന സമയത്ത് M50യിൽ എനിക്കൊരു എൻട്രി മോഡൽ ഉണ്ടായിരുന്നു. പ്രൈസ് വന്നതിന് ശേഷം ഇവിടെ പ്രൈസ് ഒരു M50ന്റെ ബേസിൽ ലിക്വിഡേഷൻ തന്നിട്ടുണ്ട്. ഓൾസോ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. MS തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ എനിക്ക് ഞാൻ ജസ്റ്റ് ഇതിനെ M30ലേക്ക് ആക്കുന്നുണ്ട്. M30 എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു. ഷീറ്റ്. ഓക്കെ. M30 ഓക്കെ. M30 വരുന്ന സമയത്ത് സെയിം ഏരിയ. ഇവിടെ പ്രൈസ് ഒരു ലിക്വിഡേഷൻ തന്നിട്ടുണ്ട്. ഓൾസോ ഇത് എന്റെ H4ന്റെ ബ്രേക്കർ ബ്ലോക്കിലൊക്കെ ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയ കൺസിഡർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത്. ഇവിടെ എനിക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഇവിടെ ഒരു ഡിമാൻഡ് സോണും പ്രൈസ് തന്നിട്ടുണ്ട്. സോ എന്തുകൊണ്ട് ഈ ഡിമാൻഡ് സോൺ നോക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് സോണിന് വേണ്ടിയുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി പ്രൈസ്. അപ്പോൾ ഇതിന്റെ ബെസ്റ്റ് പോസിബിലിറ്റി ഒന്നെങ്കിൽ പ്രൈസ് ഇവിടെ വന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് ടൈം ബൈ നോക്കാം. ഓക്കെ. ഷോർട്ട് ടൈം ബൈ ആണ്, ലോങ് ടൈം ബൈ അല്ല. ഞാൻ പ്രൈസ് തിരിച്ച് ഇവിടെ വരുമ്പോൾ എനിക്ക് വീണ്ടും എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു ബൈയും പോസിബിൾ. അപ്പോൾ ഈ 2 പ്ലാനാണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. സോ ഈ 2 സെറ്റപ്പ് ഞാൻ അന്ന് Discordനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അധികം മുന്നോട്ട് പോകണം. ജസ്റ്റ് സമ്മറി. ഫസ്റ്റ് പ്ലാൻ ഈ ഒരു H1 ഓർ H4ന്റെ ബേസിലുള്ള POI. സെക്കൻഡ് വൺ ഈസ് ഈ കാണുന്ന M30ന്റെ ബേസിലുള്ള ഈ ഒരു ഡിമാൻഡ് സോൺ എന്നുള്ള എൻട്രി. ഈ 2 പ്ലാൻ ആയിരുന്നു അന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റത്തെ എൻട്രി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. അതിന് മുമ്പ് എനിക്ക് കൗണ്ടർ ട്രെൻഡിന്റെ ബേസിലുള്ള എൻട്രീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ കൗണ്ടർ ട്രെൻഡിന്റെ ബേസിലെ എൻട്രീസ് കമ്പ്യൂട്ടറിനകത്ത് നമ്മളെ വൺ ഓഫ് ദി സ്റ്റുഡന്റ് ആയിട്ടുള്ള അബിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് വൺ ലുക്ക് അറ്റ് ദിസ് വൺ. ഓക്കെ. സോ ഈ ഒരു എൻട്രി എന്തുകൊണ്ട് ഇവിടെ ഉണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീടിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ആ ഒരു മൊത്തം പ്ലാൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്റെ ബൈയിങ് പോസിബിലിറ്റി ഫസ്റ്റ് പ്രിഫറൻസ് എന്റെ ബൈ സൈഡ് ആണ്. ആൻഡ് ഇനി ഞാൻ ഇവിടെ സെൽ സൈഡ് നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പ്രൈസ് ഓൾറെഡി ഒരു ലിക്വിഡേഷൻ ശേഷം ഒരു ബ്രേക്ക് കാസ്റ്റ് MSS തന്നിട്ടുണ്ട്. സോ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്താൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഈ ബ്രേക്ക് കാണുന്ന ബ്രേക്കർ ബ്ലോക്കിൽ സപ്ലൈ എനിക്ക് എന്റെ നോക്കാം. പക്ഷേ ഈ എൻട്രി എന്ന് പറഞ്ഞാൽ കൗണ്ടർ ട്രെൻഡ് ബേസിസ് CT ആണ്. സോ കൗണ്ടർ ട്രെൻഡ് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ സാധാരണ ഒരു പ്രോട്ടോണ്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 1% റിസ്ക് ചെയ്യുമ്പോൾ കൗണ്ടർ ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? റിസ്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇനി കൗണ്ടർ ട്രെൻഡ് എന്താണെന്ന് അറിയാത്ത ആളുകൾ ചോദിക്കുകയാണെങ്കിൽ സപ്പോസ് ഒരു മാർക്കറ്റിന്റെ ഓവറോൾ ഡയറക്ഷൻ അപ് ട്രെൻഡ് ആണെന്ന് വെച്ചോ. പ്രൈസ് ഒരു ചേഞ്ച് ഓഫ് ആയിട്ട് വന്നു. ഓക്കെ. സോ ഓവറോൾ ഡയറക്ഷൻ അപ് ട്രെൻഡ് ആണ് നമ്മുടെ ബെസ്റ്റ് പ്രോബബിലിറ്റി ഇവിടെ അല്ലെങ്കിൽ ബെസ്റ്റ് പോസിബിലിറ്റി നമ്മുടെ എന്താണ്? ബൈ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ പ്രൈസ് തിരിച്ചും നമ്മൾ അപ് സൈഡിലേക്ക് വന്നു. ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഒരു സപ്ലൈ സോൺ ഉണ്ടെങ്കിൽ ഇവിടെ സെൽ ചെയ്യുന്നതിനാണ് നമ്മളെ എന്ത് വിളിക്കുന്നത്? കൗണ്ടർ ട്രെൻഡ്. വെച്ചാൽ ഇത് ഓവറോൾ ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടോണിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ പ്രോട്ടോണിൽ നമ്മൾ 1% റിസ്ക് ചെയ്യുമ്പോൾ കൗണ്ടർ ട്രെൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അത്രയും വലിയൊരു റിസ്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അതിന്റെ നമ്മൾ ടോട്ടൽ പ്രോട്ടോണിൽ റിസ്ക് ചെയ്യുന്നതിന്റെ 50% അല്ലെങ്കിൽ 0.75% ഒക്കെ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ട്രേഡ്സ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെയാണ്. അല്ലെങ്കിൽ ഓൾസോ താഴെ കാണുന്ന ഈ ഡിമാൻഡ് സോണിലാണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് പറഞ്ഞത്. ശരി, ഞാൻ വെയിറ്റ് ചെയ്തു പ്രൈസിന് നെക്സ്റ്റ് ബിഹേവ് നോക്കാൻ വേണ്ടി. പ്രൈസ് അത്യാവശ്യം മൊമെന്റം താഴോട്ട് തന്നു. ഞാൻ പ്രൈസ് തിരിച്ച് എങ്ങോട്ട് കയറി വരുന്നുണ്ട്? എന്റെ പ്രീവിയസ് ആയുള്ള ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിലേക്ക് പ്രൈസ് കയറി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? എന്റെ ബ്രേക്കർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. സോ എന്റെ ഫസ്റ്റ് എൻട്രി ഇവിടെയാണ്. ഈ ഒരു കാണുന്ന ബ്രേക്കർ ബ്ലോക്കിൽ ഈ ഒരു POന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്രൈസ് എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ലിക്വിഡിറ്റി. ചേസ് ലുക്ക് അറ്റ് ഹിയർ. പ്രൈസ് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു നല്ല കുഴപ്പമില്ലാത്ത മോഡലിൽ ലിക്വിഡിറ്റിയും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്?
ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് എനിക്കിവിടെ ഓഹ് ഷിറ്റ് ഓക്കെ ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഈ ഒരു കാണുന്ന ബ്രേക്കപ്പ് ബ്ലോക്കിന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ എനിക്ക് പ്രൈസ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ എനിക്കിവിടെ താഴെ എഞ്ചിനീയർ ലിക്വിഡിറ്റിന്റെ ഒരു ലിക്വിഡിറ്റി മോഡൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം സെല്ല് നോക്കാം. എവിടെ വരെ? ഈ കാണുന്ന ഏരിയ വരെ. ഇനി അതല്ല ഇതിന് ശേഷം നെക്സ്റ്റ് പോസിബിൾ എൻജിൻ പ്രൈസ് തിരിച്ച് അവിടെ വന്നു. ടാപ്പ് ചെയ്തു. വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന് ഈ ലിക്വിഡിറ്റി സ്റ്റിൽ ഇവിടെ പെൻഡിംഗ് ആണ്. എന്റെ പിഒയിൽ ടാപ്പ് ചെയ്യാതെ തിരിച്ച് വീണ്ടും മോൾട്ട് കയറി വന്നു കഴിഞ്ഞാൽ അടുത്ത സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാം. ഈ ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയുടെ സെറ്റപ്പ് ആയിരുന്നു അബി കമ്പനിയുടെ പോസ്റ്റ് ചെയ്യുന്നത്. ദിസ് വൺ. ഓക്കെ. അപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കിവിടെ ഉണ്ടായത്. സോ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്രേക്കപ്പ് ബ്ലോക്കിലാണ്. സോ വൺസ് എന്റെ ഒരു ഹയർ ടൈം ഫ്രെയിം പിഒയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? എന്റെ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ നോക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിം 30 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് M3യോ M5 എന്ത് ചെയ്യാം കൺഫർമേഷന് വേണ്ടി എടുക്കാം. സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു M3യിലേക്ക് പോയി. M3യിൽ വന്നതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് വേണ്ട എന്താണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. സോ ഞാനിവിടെ വെയിറ്റിന്റെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് വേണ്ടിയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പ്രൈസ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയത്ത് എന്ത് റേഞ്ച് ബൗണ്ട് ആയിരുന്നു. ദെൻ പ്രൈസ് ഇവിടെ ലിക്വിഡേഷൻ തന്നിട്ടുണ്ട്. ഓൾസോ എനിക്കൊരു ബ്രേക്ക്ഔട്ട് സെക്ഷൻ പ്രൈസ് തന്നു. ഓക്കെ. സോ ഒരു ഐ മീൻ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പ്രൈസ് എനിക്കിവിടെ തന്നു. ഓക്കെ. സോ ഹയർ ടൈം ഫ്രെയിം പിഒയിൽ ടാപ്പ് ചെയ്തു. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഇനി എനിക്ക് നെക്സ്റ്റ് പിഒഐസ് ഉള്ളത് ഒന്ന് എനിക്ക് ഫ്ലിപ്പ് സോൺ ഉണ്ട് ഇവിടെ. സിംപ്ലി നമ്മുടെ സപ്ലൈ സോൺ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്ത് നോക്കാം? എന്റെ ബ്രേക്കർ ബ്ലോക്ക് പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് ബ്രേക്കറും ഫ്ലിപ്പ് സോണും പ്രൈസ് അലൈൻഡ് ആയിട്ട് വന്നുകൊണ്ട് എനിക്ക് എവിടെ ഫസ്റ്റ് എൻട്രി ഈ ബ്രേക്കറിൽ തന്നെ എൻട്രി കൊടുത്താൽ മതി. വലിയ എസ്എൽ ഏരിയ ഒന്നും വരുന്നില്ല. സോ എൻട്രി ഹിയർ സെൽ എബോ ദ ഹൈ. ഓക്കെ. വിത്ത് സം ബ്രീത്തിങ് സ്പേസ് അറൗണ്ട് 641 വരുന്നുണ്ട് എസ്എൽ ഏരിയ. ടാർജറ്റ് എനിക്ക് ഇവിടെ വെക്കാം. ഫസ്റ്റ് ടാർജറ്റ് എനിക്ക് 163 വെക്കാം. അല്ലെങ്കിൽ എനിക്ക് ഈ കാണുന്ന ലിക്വിഡിറ്റി എന്ത് ചെയ്യാം? ഫസ്റ്റ് ടാർജറ്റ് വെക്കാം. സെക്കൻഡ് ടാർജറ്റ് എനിക്ക് ഇവിടെ വെക്കാവുന്നതാണ്. എന്റെ എക്സ്റ്റേണൽ റേഞ്ചിലേക്ക്. പക്ഷേ എക്സ്റ്റേണൽ ഞാൻ വരെ വെയിറ്റ് ചെയ്യാൻ പ്രിഫറൻസ് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും 1:4 1:5 ആണ്. അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എന്തായാലും നമുക്ക് ടാർജറ്റ് വെക്കാം. ഓക്കെ. എനിവേസ് ഞാൻ എന്റെ എൻട്രി ഇവിടെയാണ്. വെയിറ്റ് ചെയ്യാണ്. പ്രൈസിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൈനലി പ്രൈസ് തിരിച്ച് മുകളിലോട്ട് വന്നു. ആൻഡ് ആഫ്റ്റർ നമ്മുടെ ഈ സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വരുന്ന എസ്എൽ നേരെ ബ്രേക്ക് ഈവൻ എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ സെറ്റ് നമ്മൾ ആ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് എന്തായി? റിസ്ക് ഫ്രീ ആയി. ഇനി നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ എസ്എൽ അല്ലെങ്കിൽ എന്ത് ടിപി. എനിവേസ് ഞാൻ വെയിറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി മാർക്കറ്റ് എനിക്ക് എന്ത് ഹിറ്റ് ചെയ്തു? അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോളാണ് പിന്നീട് തന്നത്. എനിക്ക് എന്റെ ടിപിയും ഹിറ്റ് ചെയ്തു. സോ ഈ ടിപി ഹിറ്റിന് ശേഷം അഗെയിൻ പ്രൈസ് ഇവിടെ ചെന്ന് വെച്ചാൽ എന്റെ പ്രീവിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ പ്രൈസ് എന്തുണ്ട്? ബ്രേക്ക് തന്നിട്ട് വെച്ചാൽ ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പ്രൈസ് ഇവിടെ ക്രിയേറ്റ്. സോ ഞാൻ വീണ്ടും അഗെയിൻ എന്റെ ഹയർ ടൈം ഫ്രെയിം M30യിലേക്ക് സ്വിച്ച് ചെയ്തു. ഇനി എന്റെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഈ ലിക്വിഡിറ്റി ഇവിടെ പെൻഡിങ് ആണ്. ഈ ലിക്വിഡിറ്റി പ്രൈസ് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? എടുത്തിട്ടില്ല. ഓക്കെ. ഇതിപ്പോഴും ഇവിടെ പ്രൈസ് എന്ത് ഹണ്ട് ചെയ്തിട്ടില്ല. ഇത് തിരിച്ച് എനിക്ക് മുകളിൽ കയറി വന്നാൽ എന്ത് ചെയ്യാം? അടുത്ത സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ലൈക്ക് ആ ഒരു ഇതിനകത്ത് ഇട്ട പോലെ. പക്ഷേ ഇവിടെ പ്രൈസ് ഇപ്പോൾ സംഭവിച്ചില്ല. എന്റെ എവിടെ ടാപ്പ് ചെയ്തു? എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയുള്ള ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്തു. സോ എന്റെ ഈ ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ സെയിം പ്ലാൻ തന്നെയാണ്. എനിക്കിവിടെ ടാപ്പ് ചെയ്തെങ്കിൽ M3 ഓർ M5ന്റെ ബേസിൽ എന്തെങ്കിലും കൺഫർമേഷൻ നോക്കാം. ജസ്റ്റ് എന്റെ ചാർട്ട് എയിലേക്ക് സ്വിച്ച് ചെയ്തു. M3യിലേക്ക് സ്വിച്ച് ചെയ്തു. ഇവിടെ ടൈം ഒരു പ്രശ്നമാണ്. ഏർലി മോർണിംഗ് ആണ് നടക്കുന്നത്. വിച്ച് മീൻസ് ഏഷ്യന്റെ മുമ്പുള്ള ഒരു സെഷനാണ്. അപ്പോൾ ഈ സമയത്തൊന്നും ഞാൻ എന്തായാലും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പോഴത്തെ ട്രേഡ്സ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം മിസ്സായ ട്രേഡ്സ് ആണ്. ഉള്ള പോസിബിലിറ്റീസ് എല്ലാം. ഈ ട്രേഡൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ആകെയുള്ളത് എവിടെ വരുമ്പോഴാണ്? തിരിച്ച് മുകളിലോട്ട് വരുമ്പോഴുള്ള ഒരു സെല്ലാണ്. പക്ഷേ ആ സെല്ല് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ആ സെല്ല് പക്ഷേ ആ പ്ലാൻ വർക്ക് ചെയ്തിട്ടുണ്ട് M30ന്റെ ബേസിലെ. എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ജസ്റ്റ് ഞാൻ M30യിലേക്ക് തന്നെ വന്നു. ആൻഡ് ഫൈനലി പ്രൈസ് തിരിച്ചിവിടെ വന്നു. അവന്റെ പ്ലാൻ പ്രകാരം ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയയിൽ വന്നു. സോ ഞാനിവിടെ എന്തുകൊണ്ട് ട്രേഡ് എടുക്കാന്ന് വെച്ചാൽ എന്റെ ഓൾറെഡി എന്റെ പ്രോ ട്രെൻഡിന്റെ പിഒയിൽ പ്രൈസ് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഇങ്ങോട്ട് വരുന്നത്. അപ്സൈഡിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പിഒയിലിനകത്തുള്ള എന്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ ലിക്വിഡേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുള്ളതാണ്. പക്ഷെ നമുക്കിവിടെ ഒരു എൻട്രി ഉണ്ടോ ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ M3 ആണ്. M30 ആണ്. M3 ഓർ M5 നമുക്ക് എന്തെങ്കിലും കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യാം. സോ ജസ്റ്റ് എന്റെ ഹൈ ടൈം ഫ്രെയിം പിഒയിൽ വന്ന് ടാപ്പ് ചെയ്തു. ദെൻ പ്രൈസ് ലാസ്റ്റ് ഒരു ഐ മീൻ ലിക്വിഡേഷൻ നടന്ന ഒരു മാനിപ്പുലേഷൻ നടന്നത് ഇവിടെയാണ്. സോ ലിക്വിഡിറ്റി അണ്ട് ചെയ്തു. ദെൻ ബ്രേക്ക് ഓഫ് നടക്കുന്നത് ഇവിടെയാണ്. അതിനുശേഷം പിന്നെ എനിക്ക് 2 പിഒഐസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ എനിക്ക് കാണുന്ന സപ്ലൈ സോൺ ഉണ്ട്. ഇറ്റ്സ് ഡിസിഷണൽ സോൺ. ഓക്കെ. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് വൺ. ഈ 2 ഏരിയ ആയിരുന്നു. പക്ഷെ പ്രൈസ് അവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല? തിരിഞ്ഞ് നോക്കിയിട്ട് പോയില്ല. നല്ല സ്ട്രോങ് ഫോൾ ആയിരുന്നു. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് തന്നത്. ഇനി അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ വന്നിട്ടില്ല എന്റെ ഓർമ്മയിൽ. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആയി. ഓക്കെ. ഐ മീൻ NY ആയി. പ്രൈസ് എന്ത് ചെയ്തു? ഡൗൺ സൈഡ് പിഒയിലേക്ക് തിരിച്ചു വരാതെ എന്ത് ചെയ്തു? മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഫോൾ ആവാണ് ചെയ്തത്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യാം. പക്ഷെ ഞാൻ നോക്കിയില്ല എന്തായാലും പ്രിഫറൻസ്. എന്റെ നെക്സ്റ്റ് പ്രിഫറൻസ് ഉണ്ടായിരുന്നത് ഈ കാണുന്ന H4ന്റെ ബേസിലുള്ള ഈ ഒരു ഡിമാൻഡ് സോൺ ആയിരുന്നു. ഞാൻ പിന്നെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. സപ്പോസ് പ്രൈസ് ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും ഫെയിൽ ആയിരുന്നെങ്കിൽ.
ആസ് എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ത് ചെയ്തു? തിരിച്ചെവിടേക്ക് വന്നു? എൻ്റെ H4ന്റെ ഫ്ലിപ്പ് സോണിൽ ടാപ്പ് ചെയ്തു. സോ അഗെയിൻ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം POI കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹയർ ടൈം ഫ്രെയിം POIനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് എൻട്രി നോക്കും. സോ ഈ എൻട്രി നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും എന്ത് വേണം? ഒരു ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ വേണം. സോ ബേസിക്കലി H4ന്റെ POI ആയതുകൊണ്ട് തന്നെ എനിക്ക് കൺഫർമേഷൻ കിട്ടേണ്ട ഏത് ടൈം ഫ്രെയിമിലാണ്? M15ന്റെ ബേസിൽ. ഓക്കെ. സോ വിച്ച് മീൻസ് പ്രൈസ് എന്റെ POയിൽ വന്ന് ടാപ്പ് ചെയ്തു. M50ൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ചേഞ്ച് ഓഫ് കാറ്റ് തരണം. സോ വൺസ് ചേഞ്ച് ഓഫ് കാറ്റ് തന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ എൻട്രിയിൽ എൻട്രി എടുക്കാം. ഒന്നെങ്കിൽ ഈ POനകത്ത് എനിക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ അഗെയിൻ എനിക്ക് അതിനെ റിഫൈൻ ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് വീണ്ടും കൺഫർമേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. ഈ 2 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഈ ഒരു പോസിബിലിറ്റിയാണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ ഫസ്റ്റ് ട്രേഡ് എനിക്ക് കിട്ടിയില്ല. പക്ഷേ കമ്മ്യൂണിറ്റിനകത്ത് സഫാൻ ഈ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഈ ട്രേഡിനകത്താണ് അവന് 100Kനകത്തുള്ള ഫസ്റ്റ് പേയ്മെന്റ് റിക്വസ്റ്റിന് അവന് എലിജിബിൾ ആയത്. ഓക്കെ. ഐ തിങ്ക് $6,000 എന്തോ അവന് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. എനിവേസ് ഈ ഒരു POയിൽ ടാപ്പ് ചെയ്തു. എനിക്കിവിടെ കൺഫർമേഷൻ ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ലിക്വിഡേഷൻ നടന്നത് ഇവിടെയാണ്. എനിക്ക് ബ്രേക്ക് ഓഫ് എല്ലാം ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടേണ്ടത് ഇവിടെയാണ്. ഹിയർ. ഓക്കെ. അപ്പോൾ പ്രൈസിന് ഇതിനെ ബ്രേക്ക് ചെയ്യണം. എന്നുവെച്ചാൽ കൺഫർമേഷൻ കിട്ടണം. ഓക്കെ. ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? അഗെയിൻ ഈ ലോനെ ഹണ്ട് ചെയ്തു. ഓക്കെ. അഗെയിൻ ഈ ലോനെ ഹണ്ട് ചെയ്തു. എനിക്ക് പ്രൈസ് എന്ത് തന്നു? ബ്രേക്ക് ഓഫ് തന്നു. ഓക്കെ. ഐ മീൻ ചേഞ്ച് ഓഫ് കാറ്റ് തന്നു. ഐ തിങ്ക് സഫാൻ ഈ കാണുന്ന ഏരിയയിലാണ് അന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾസോ അവൻ ഈ ഒരു സപ്ലൈയിലും സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 ട്രേഡും. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. നോക്കട്ടെ. യാ. ഈ 2 ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് ഒരു ബൈ മോഡലും ആൻഡ് അറ്റ് ദ സെയിം ടൈം മുകളിൽ ഒരു സെല്ലും. ഈ 2 എൻട്രിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 2 എൻട്രിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എൻട്രി എവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പ്രൈസ് എന്ത് ചെയ്തു? അവന്റെ പ്ലാൻ പ്രകാരം അവന്റെ POയിൽ ടാപ്പ് ചെയ്തു. ഐ മീൻ ഇവിടുന്ന് ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെല്ലും അവൻ പ്ലാൻ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ലാസ്റ്റ് ലിക്വിഡേഷൻ നടന്നത് ഇവിടെയാണ്. ആൻഡ് എനിക്കിവിടെ ചേഞ്ച് ഓഫ് കാറ്റ് ഇവിടെ പ്രൈസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഫോണ്ട് സൈസ് ഞാൻ ജസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ. 11. ഓക്കെ. ഇവിടെ ലിക്വിഡേഷൻ നടന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഐ മീൻ ചേഞ്ച് ഓഫ് കാറ്റ് വന്നു. ഞാൻ നെക്സ്റ്റ് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഓർഡർ ബ്ലോക്കിലാണ്. ഓക്കെ. സോ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നിന്ന് ടാപ്പിന് ശേഷം M5ന്റെ ബേസിൽ എനിക്ക് എന്ത് തരാം? ഒരു കൺഫർമേഷൻ തരാം. എന്നിട്ട് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. M5 ഓർ M3. ഓക്കെ. സോ ഞാൻ M5ലാണ് പ്രിഫറൻസ് കൊടുത്തത്. ഏകദേശം എൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈസ് എവിടെ എത്താൻ വെയിറ്റ് ചെയ്യണം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു M5ന്റെ POയിൽ M15ന്റെ POയിൽ ഡയറക്റ്റ് ഒരു എൻട്രി നോക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് എൻ്റെ ഈ ഒരു H4ന്റെ POയിൽ ടാപ്പിന് ശേഷം ഇതേ M15ന്റെ POയിൽ പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല സെല്ലിംഗ് വോളിയം വരുന്നുണ്ട്. പക്ഷേ പ്രൈസ് ഈ ഒരു POയിൽ ടാപ്പിന് ശേഷം ഇതിന്റെ ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇവിടെ എന്ത് നോക്കായിരുന്നു? എന്ന് വെച്ചാൽ എനിക്കപ്പോൾ കൺഫേം ആയി പ്രൈസ് ഈ സെല്ലേഴ്സിന്റെ കയ്യിലല്ല മാർക്കറ്റിൽ സ്റ്റിൽ ബയേഴ്സിനെയാണ് ഈ ഒരു മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞ് ഡയറക്റ്റ് ബൈ ചെയ്യാന്നല്ലേ. പക്ഷേ പ്രൈസ് ഈ സപ്ലൈയിൽ ടാപ്പ് ചെയ്തു. ഒരു ഇത്രയും പോയൊരു ബൈ സൈഡിന് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സെൽ ചെയ്തിട്ടും കൊണ്ടുവന്നു. അപ്പോൾ എനിക്കൊരു ഇതിന് അത്ര ട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തത്. സോ എൻ്റെ POയിൽ വന്ന് ടാപ്പിന് ശേഷം എനിക്കിനി M5ന്റെ ബേസിൽ എന്ത് വേണം? ഒരു കൺഫർമേഷൻ വേണം. പ്രൈസ് എൻ്റെ POയിൽ വന്ന് ടാപ്പ് ചെയ്തു. ശരി ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്കൊരു കൺഫർമേഷൻ ആണ് വേണ്ടത്. ഞാൻ വെയിറ്റ് ചെയ്തു കൺഫർമേഷന് വേണ്ടി. പ്രൈസ് ആസ് എക്സ്പെക്റ്റഡ് ഇവിടെ ഒരു ലിക്വിഡേഷൻ തന്നിട്ടുണ്ട് ആൻഡ് എനിക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് കാറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ ഇവിടെ ഒരു POസോ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രോങ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു POസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിന്റെ ലിക്വിഡേഷന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്തു. ഓക്കെ. ജസ്റ്റ് വെയിറ്റ് ചെയ്തു. പ്രൈസ് ആസ് എക്സ്പെക്റ്റഡ് എന്ത് തന്നു? ഈ ലിക്വിഡേഷൻ തന്നു. ദെൻ മാർക്കറ്റ് എന്താന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഐ മീൻ ഒരു മൊമെന്റ് അപ്സൈഡിലേക്ക് തന്നു. സോ ഇവിടെ ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലിക്വിഡേഷന് ശേഷം ഇവിടെ എനിക്ക് എന്ത് തന്നു? ഒരു എന്താ പറയുക എൻഗൾഫിംഗ് പോലുള്ള ക്യാൻഡിലാണ് തന്നത്. അതിനെ കൺഫേം ആക്കാൻ ജസ്റ്റ് M3ലേക്ക് പോയി. M3ലേക്ക് വന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്? ആൻഡ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്രേക്കപ്പ് ബ്ലോക്കിലായിരുന്നു ഞാൻ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നത്. SL ബിലോ ദ ലോ. ഓക്കെ. ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇറ്റ്സ് അറൗണ്ട് 5.1. സോ ഇതാണ് എൻ്റെ ആ ഒരു ദിവസത്തെ എൻട്രി പ്ലാൻ എന്ന് പറഞ്ഞത്. ആസ് എക്സ്പെക്റ്റഡ് പ്രൈസ് എൻ്റെ PL ഒന്ന് ടാപ്പ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊമെന്റ് ആണ് അപ്പ് സൈഡിലേക്ക് തന്നിട്ടുണ്ട്. ഈ സെറ്റപ്സ് എല്ലാം കമ്മിറ്റിനകത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഓവറോൾ ടോപ്പ് ഡൗൺ അനാലിസിസ് മാത്രമാണ്. ദെൻ ഇനി എൻ്റെ നെക്സ്റ്റ് പോസിബിലിറ്റി എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഡയറക്ഷൻ ബുള്ളിഷ് ആണ്. H4ന്റെ PL പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ പിടിക്കുക എന്നുള്ളതാണ്. സോ അഗൈൻ ഞാൻ ജസ്റ്റ് എൻ്റെ H4ലേക്ക് സ്വിച്ച് ചെയ്തു. H4ലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഓൾറെഡി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അപ്പ് സൈഡിലേക്ക് മൊമെന്റം തന്നുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ചാർട്ട് ജസ്റ്റ് H1ലേക്ക് സ്വിച്ച് ചെയ്തു. H1ൽ എനിക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കി. കറന്റ്ലി എനിക്ക് ഒരു പോസിബിലിറ്റിയും H1ന്റെ മാർക്കറ്റിനകത്തില്ല. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തു. സ്റ്റിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. ആൻഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഞാൻ ഈ ഒരു ഏരിയസ് എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ H4ന്റെ PL ടാപ്പിന് ശേഷം H1ന്റെ ബേസിൽ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. അല്ലെ? ഒരു ചേഞ്ച് ഓഫ് കാറ്റ്
പ്രൈസ് എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ചേഞ്ച് ഓഫ് കാർഡ് തന്നതിന്റെ കൂടെ തന്നെ എനിക്കിവിടെ പ്രൈസ് ഓൾസോ ഒരു ഫ്ലിപ്പ് സോൺ തന്നിട്ടുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇതിന്റെ ഫ്ലിപ്പ് സോൺ. ഈ ഫ്ലിപ്പ് സോണിന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്രൈസ് എനിക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇൻഡ്യൂസ്മെന്റ് തന്നിട്ടുണ്ട്. വിച്ച് മീൻസ് എന്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലിക്വിഡേഷന് ശേഷം ഒന്നെങ്കിൽ ഐ മീൻ ഈ ബ്രേക്കർ ഇവിടെ കിടക്കുന്നത്, പക്ഷേ അതിന്റെ താഴെ ഒരു ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ എൻട്രി നോക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ക്യൂഎംഎൽ ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്റെ നെക്സ്റ്റ് ഓപ്ഷൻ പ്രൈസ് അഗെയിൻ തിരിച്ചവിടെ വന്നതിന് ശേഷം M5ന്റെ ബേസിൽ കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈ സെറ്റപ്പ് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തു ട്രേഡിങ്ങിന് വേണ്ടി. പ്രൈസ് ഓൾറെഡി എൻ്റെ ലിക്വിഡിറ്റി എന്ത് ഇവിടെ എടുത്ത്. ഓക്കെ, സ്റ്റിൽ പക്ഷേ എനിക്ക് എൻട്രി ഒന്നും ആയിട്ടില്ല. ആൻഡ് ഫൈനലി പ്രൈസ് എവിടെ ടാപ്പ് ചെയ്തു? എൻ്റെ H1ന്റെ ബേസിലുള്ള POയിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. സോ വൺസ് H1ന്റെ POയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചെയ്യേണ്ട എന്താണ്? ഒരു M5ന്റെ ബേസിലുള്ള കൺഫർമേഷൻ ആണ്. സോ ഞാൻ കൺഫർമേഷൻ വേണ്ടി എൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്തു. ആൻഡ് കൺഫർമേഷൻ ഞാൻ വെയിറ്റ് ചെയ്തു. സ്റ്റിൽ പ്രൈസ് ലാസ്റ്റ് ലിക്വിഡേഷൻ നടന്നത് ഇവിടെയാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ലിക്വിഡേഷൻ നടന്നത് ഇവിടെയാണ്. ബ്രേക്ക് കോസ്റ്റ് കിട്ടിയത് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എൻ്റെ ആദ്യത്തെ എൻട്രി എന്ന് പറഞ്ഞത് എനിക്ക് ഒന്നെങ്കിൽ ഈ കാണുന്ന ഫ്ലിപ്പ് സോണിൽ എൻട്രി എടുക്കാം. ഓക്കെ, ദിസ് മൈ എൻട്രി. സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് ലിക്വിഡിറ്റി ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഇത് ബ്രേക്കർ ബ്ലോക്ക് ആണ്. ബിലോ എൻ്റെ ഡിമാൻഡ് സോൺ ഉണ്ട്. ഇത് ഫ്ലിപ്പ് സോൺ ആണ്. സോ വേറെ ലിക്വിഡിറ്റി ഒന്നും ഇവിടെ ഇപ്പോൾ ഫ്രഷ് ആയിട്ടൊരു ലിക്വിഡിറ്റി പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യും. ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യും. ആക്ച്വലി സപ്പോസ് ഞാൻ ഒരു 1% റിസ്ക് ആണ് ഉദ്ദേശം. അപ്പോൾ ഈ 1%നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 0.5 ഞാൻ ഇവിടെ റിസ്ക് ചെയ്യും. ഒരു 0.5 ഇവിടെയും റിസ്ക് ചെയ്യും. SL എപ്പോഴും ഈ സ്വിംഗ് ലോന്റെ താഴെ വിത്ത് സം ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ടാണ് SL വെക്കാറ്. എനിവേസ് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് എൻട്രി ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. 2 എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സോ എൻട്രി ഹിയർ. ഫസ്റ്റ് എൻട്രി ഇവിടെ SL കുറച്ച് ബ്രീത്തിങ് സ്പേസ് ഗോൾഡ് ആയതുകൊണ്ടാണ്. ആൻഡ് സെക്കൻഡ് എൻട്രി ഹിയർ. ഓക്കെ, എൻ്റെ റിസ്കിന് സ്പ്ലിറ്റ് ചെയ്യാൻ 2 എൻട്രി വെച്ചിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് ഹിയർ. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും നമുക്ക് H1 ഹൈ ടൈം ഫ്രെയിമിന്റെ ബേസിൽ ടാർഗറ്റ് വെച്ചാൽ മതി. ലിക്വിഡിറ്റി എവിടെയുള്ളത്. സോ ഫസ്റ്റ് ലിക്വിഡിറ്റി എനിക്ക് ഇവിടെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒന്നുകിൽ എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കാം. ഹിയർ രണ്ട് ഫസ്റ്റ് ടാർഗറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇവിടെ എത്തുമ്പോൾ നിങ്ങളെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അൾട്ടിമേറ്റ് SL നിങ്ങൾക്ക് ടാർഗറ്റ് ഈ കാണുന്ന ഏരിയ വെക്കാവുന്നതാണ്. സോ ഇതാണ് എൻ്റെ ട്രേഡിംഗ് ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ്? ഈ കാണുന്ന എക്സ്റ്റേണൽ. പക്ഷേ ഇതുവരെയൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. ഗോൾഡിന്റെ ക്യാരക്ടർ എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ആവാം. ഓക്കെ, ജസ്റ്റ് M5ലേക്ക് പോയി. M5ലേക്ക് പോയതിനു ശേഷം എൻ്റെ ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഏരിയ ആണ്. ഓക്കെ, ദിസ് വൺ ഇറ്റ്സ് അറൌണ്ട് 1:6.2 അല്ല. സെക്കൻഡ് ട്രേഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രേഡ് ഹിയർ. ഓക്കെ, ആൻഡ് ഇത് ഞാൻ കുറച്ച് ഏർലി മുമ്പ് എക്സിറ്റ് ചെയ്തു. വലിയ SL ഏരിയ ആയതുകൊണ്ട് ബ്രേക്കിന് വെച്ചിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു. സെക്കൻഡ് ട്രേഡ് ഞാൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ്. എനിവേസ് ഈ 2 പ്ലാനാണ് എനിക്കവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എന്തായാലും മാർക്കറ്റിനെ വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു? ഈ ഒരു POയിലേക്ക് വേണ്ടിയുള്ള ലിക്വിഡിറ്റി പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. ഓക്കെ, എനിക്ക് എൻട്രി എടുക്കുന്നത് തെറ്റുമില്ല. എൻട്രി ഇവിടെ SL എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് ലോണിന്റെ താഴെ ആയിരിക്കണം. സെക്കൻഡ് ട്രേഡ് ഞാൻ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 പ്ലാൻ ഞാൻ അവിടെ റണ്ണിങ്ങിൽ വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മാർക്കറ്റിന് ശേഷം എന്താ സംഭവിച്ചെന്ന് നോക്കാം. പ്രൈസ് അന്നൊരു നല്ലൊരു മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഒരു സ്ട്രോങ് ലിക്വിഡേഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ക്യാൻഡിൽ വന്ന് തിരിച്ച് ദെൻ പ്രൈസ് അത്യാവശ്യം ഇന്നേറ്റ് ഇവിടെ വലിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ട്രേഡ് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തത്. ഓക്കെ, പ്രൈസ് എപ്പോൾ റിയാക്ഷൻ തിരിച്ച് താഴോട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള മാർക്കറ്റിന്റെ മൊമെന്റം അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. പിന്നീട് വീണ്ടും വോളിയം കുറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫസ്റ്റ് ട്രേഡ് ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ മൊമെന്റിൽ വെച്ച് എക്സിറ്റ് ചെയ്തു. തേർഡ് ട്രേഡ് റണ്ണിങ്ങിന് വിട്ടു. അറൗണ്ട് ഒരു 1:8 പോയിന്റ് സംതിങ് ട്രേഡിന് എടുത്തു. ആൻഡ് തേർഡ് ട്രേഡ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോട്ട് ഹിയർ. യാ, ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ തേർഡ് ട്രേഡും ഞാൻ എൻ്റെ എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, TPക്ക് മുമ്പ് ഞാൻ തേർഡ് ട്രേഡ് ഐ തിങ്ക് ഇവിടെ അല്ല തോന്നുന്നു. ജസ്റ്റ് ഇവിടെ എവിടെയാണോ തോന്നുന്നു. ഓക്കെ, സെക്കൻഡ് ട്രേഡ് ഞാൻ ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. ബട്ട് ഇതിന് ശേഷം പിന്നെ പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എല്ലാ ലിക്വിഡിറ്റിയും എടുത്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്തു? നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നിട്ട് പോവുകയാണ് ചെയ്തത്. എനിക്കിത് ഹോൾഡ് ചെയ്യായിരുന്നു. പക്ഷേ നിങ്ങൾ നോക്ക്, ഇപ്പോൾ മുമ്പ് ഒരു തവണ പ്രൈസ് ഈ POയിലെ ടാപ്പിന് ശേഷം ഇതിന്റെ കൗണ്ടറിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്.
അല്ലേ? പ്രൈസ് റിയാക്ട് ചെയ്ത് ഗോൾഡിന്റെ ഒരു പ്രശ്നം ഇതാണ്. സെയിം ഇവിടെ നിങ്ങൾ നോക്ക് ഇവിടെയും അതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സെല്ല്. ഞാൻ സഫാൻ എടുത്തെന്ന് പറഞ്ഞ ട്രേഡ്. ഇവിടെയും പ്രൈസ് കൗണ്ടറിൽ റിയാക്ട് ചെയ്തു. അപ്പൊ ഈ ഗോൾഡിന്റെ ക്യാരക്ടർ ബിഹേവിയർ എപ്പോ വേണമെങ്കിലും എന്തായിരുന്നു? സ്വിച്ച് ചെയ്യുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാ ഇത്രയും വലിയ ആർആർ ഞാൻ ചെയ്യാഞ്ഞെ. പിന്നെ എനിക്കുള്ളൊരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ എസ്സില് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഞാനത് പിന്നീടാണത് അങ്ങനൊരു ചിന്തിച്ചു. പക്ഷെ നമുക്ക് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഹയർ ടൈം ഫ്രെയിം ബേസ് നോക്കുവാണെങ്കിൽ ഈച്ച് ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്കതിനെ ട്രെയിൽ ചെയ്ത് ഇങ്ങനെ അപ്സൈഡിലേക്ക് കൊണ്ടുപോയായിരുന്നു. ബട്ട് ആ സമയത്ത് ആ ഒരു തോന്നൽ നമ്മുടെ ട്രേഡിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ആർആർ. പക്ഷേ 8 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ വലിയ ആർആർ തന്നെയാണ്. അതിൽ ഞാൻ സാറ്റിസ്ഫൈ ആവാണ് ചെയ്തത്. എനിക്കൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വെയിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ദെൻ ലാസ്റ്റ് ഉണ്ടായിരുന്ന പിന്നെ എനിക്കൊരു ബൈ മോഡൽ എന്ന് പറഞ്ഞത് ഇവിടെ ഒന്നും അല്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അവസാനത്തെ ദിവസമായിരുന്നു ഒരു ബൈ മോഡൽ ഉണ്ടായിരുന്നത്. അൺഫോർച്യുനേറ്റ്ലി ഇവിടെ ഒന്നും അല്ല ട്രേഡ് ഉണ്ടായിരുന്നത്. തിങ്ക് ഇവിടെ എവിടെയോ ആണ്. ജസ്റ്റ് ജസ്റ്റ് എ സെക്കൻഡ്. പിന്നെ ഉണ്ടായിരുന്ന എന്റെ ലാസ്റ്റത്തെ ഒരു എൻട്രി എന്ന് പറഞ്ഞത് ഈ കാണുന്ന ഒരു ഡിമാൻഡ് സോണിൽ എൻട്രി എടുക്കുക എന്നുള്ളതായിരുന്നു. ഇറ്റ്സ് മൈ ഫ്ലിപ്പ് സോൺ ബിക്കോസ് പ്രൈസ് എന്റെ പ്രീവിയസ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുമ്പ് പ്രൈസ് ജസ്റ്റ് ഈ ലോ ഹണ്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇവിടെ ഒരു ലിക്വിഡേഷൻ തന്നിട്ടുണ്ട്. സോ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. ദെൻ വി ഹാവ് ബ്രേക്ക് കോസ്റ്റ് സ്ട്രക്ചർ. സ്ട്രോങ് ക്യൂം തന്നിട്ടുണ്ട്. ഈ പിഒന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് വെഡ്നെസ്ഡേ അങ്ങനെ എന്തോ ട്രേഡ് ഉണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ ട്രേഡ് കിട്ടിയില്ല. ബിക്കോസ് പ്രൈസ് അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, സെല്ലിലേക്ക് ബ്രേക്കർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് പോവാണ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് എന്തുണ്ടായിരുന്നു, ബ്രേക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രേക്കർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് എങ്ങോട്ട് പോവുക ചെയ്തത്, അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തരുവാണ് ചെയ്തത്. ബട്ട് അത് മിസ്സായി. പക്ഷെ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. സംടൈംസ് നമുക്ക് എൻട്രീസ് കാര്യങ്ങളൊക്കെ മിസ്സായി. അതിനകത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ജസ്റ്റ് ലീവ് ചെയ്യുക. വേറെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് വേണമെങ്കിൽ കണ്ടിന്യൂഷൻ കാര്യങ്ങളെല്ലാം ട്രേഡ് ചെയ്യായിരുന്നു. തിരിച്ച് പ്രൈസ് ഇവിടെ വന്ന സമയത്ത് ബ്രേക്കിലൊക്കെ ട്രേഡ് ചെയ്യായിരുന്നു. ഐ മീൻ ഈ ഓർഡർ ബ്ലോക്ക് പ്ലസ് ബ്രേക്കിൽ ട്രേഡ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഞാൻ എൻട്രീസോ കാര്യങ്ങളോ എടുത്തില്ല. ഇതൊക്കെ പിന്നീട് കണ്ട ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ കഴിഞ്ഞ കാര്യം പിന്നെ ഇതൊക്കെ മിഡ് നൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ പൊതുവേ ലണ്ടനാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. എന്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ എല്ലാം എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു ഷോർട്ട് ടേം ബൈ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കായിരുന്നു. പക്ഷെ ഇതെല്ലാം മിസ്സായ ട്രേഡ്സ്. ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടൊന്നും എന്തില്ല. ദെയർ ഈസ് നോ യൂസ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ലാസ്റ്റ് ഫ്രൈഡേ ഒരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സിഎംഇ ഗ്രൂപ്പിന്റെ ഒരു എറർ ഉള്ളത് കൊണ്ട് തന്നെ, ഐ മീൻ ലിക്വിഡിറ്റി പ്രൊവൈഡർ അടുത്ത എറർ ഉള്ളത് കൊണ്ട് തന്നെ ട്രേഡ്സിന്റെ കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഫ്രൈഡേ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കറ്റിനകത്ത് ഫുള്ള് മാനിപ്പുലേഷൻസും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ കിട്ടാത്ത സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രൈഡേ എനിക്ക് എൻട്രീസോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇവിടെ കുഴപ്പമില്ലാത്ത ട്രേഡ്സ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എനഫ്. ആൻഡ് ഓൾസോ വേറെയുള്ള പേഴ്സിലും കാര്യങ്ങളെല്ലാം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓഡി യുഎസ്ഡി ആണെങ്കിലും അതുപോലെ തന്നെ യൂറോ ആണെങ്കിലും യുഎസ്ഡി സിഎച്ച്എഫ് ആണെങ്കിലും എല്ലാം എൻട്രീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റപ്സ് ഞാൻ കമ്മ്യൂണിറ്റി ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡെയിലി നിങ്ങളുടെ കമ്മ്യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്കോഡിനകത്ത് ട്രേഡിംഗ് സെറ്റപ്സ് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഡിസ്കോഡിന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് അപ് ടു 1 മന്ത് വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. നിങ്ങളെല്ലാം ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആണെന്ന് എനിക്കറിയാം. ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന എനിക്കും ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്ന സാധനമാണ്, ഇത്ര ലെങ്തി വീഡിയോസ്. പക്ഷേ ഇത് കുറച്ചെങ്കിലും ഒരാളെങ്കിലും ആളിത് കാണുമെന്ന് വിചാരിക്കുന്ന അവർക്കെങ്കിലും ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഒരു ലെങ്തി വീഡിയോസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള കണ്ടന്റ്സിന് വേണ്ടിയും അതുപോലെ തന്നെ ട്രേഡിംഗ് എഡ്യൂക്കേഷൻ കണ്ടന്റ്സിന് വേണ്ടിയും നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ.